പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയും. കൃപ കൊണ്ട് പൊതിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി. ആ പ്രാർത്ഥന ഇതാണ്: രാജകൊട്ടാരം വിട്ടോടേണ്ടി വരുന്ന ദാവീദിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന. രാജാവായിരുന്നപ്പോൾ തനിക്ക് ഉപദേശകനായിരുന്ന മനുഷ്യൻ, അഹിത്തോഫൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, എല്ലാ കാര്യങ്ങളിലും ഉപദേശം കൊടുക്കുന്ന നല്ലൊരു ഉപദേശകൻ, ഇപ്പോൾ രാജ്യം നഷ്ടപ്പെട്ടു കൊട്ടാരത്തിൽ നിന്ന് പുറത്തായി ഓടുകയാണ്, ജീവന് വേണ്ടി ഓടുകയാണ്. മകനാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. താനിനി ജീവിച്ചിരിക്കുന്നത് അവന് ഭീഷണിയാകാതിരിക്കാൻ അവൻ തന്നെ വധിക്കാൻ ഒരുങ്ങുന്നു. ഈ വേദനയോടെ ദാവീദ് ഓടുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ ഓടുകയാണ്. വീഴ്ചകളൊക്കെ വന്നെങ്കിലും ദൈവം തൻ്റെ ചങ്കോട് ചേർത്ത് വച്ചിരുന്ന മനുഷ്യൻ ഓടുകയാണ്. ഓടി പോകുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, എൻ്റെ ജീവൻ നിലത്തെറിഞ്ഞുടയ്ക്കാൻ ഒരുങ്ങുന്ന, എന്നെ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുന്ന അതെൻ്റെ മകൻ തന്നെയാണ്. അവൻ ഉപദേശം കൊടുക്കുന്നത് എൻ്റെ കൂടെ ഉപദേശകനായിരുന്ന അഹിത്തോഫൽ തന്നെയാണ്. അഹിത്തോഫൽ ഉപദേശിക്കും, ആ ഉപദേശം മകൻ കേൾക്കും, അവസാനം അവൻ എന്നെ വധിക്കും. സങ്കടത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അഹിത്തോഫൽ ആരെങ്കിലും ദാവീദ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, എൻ്റെ കൂടെ നടക്കുകയും എൻ്റെ ഒരേ പാത്രത്തിൽ കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അഹിത്തോഫൽ ഇപ്പോൾ എൻ്റെ മകൻ്റെ ഉപദേശകനായിരിക്കുന്നു. അവൻ ദുരുപദേശം കൊടുത്താൽ ഉറപ്പായിട്ടും മകൻ എന്നെ വധിക്കും. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, അഹിത്തോഫലിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു. മകൻ അഹിത്തോഫലിനെ വിശ്വസിച്ചില്ല. അഹിത്തോഫൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെ അപ്പനിപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, പിന്തുടർന്നാൽ അവനെ കൊല്ലാൻ സാധിക്കും, പിന്നെ നിനക്ക് ശത്രു ഉണ്ടാവില്ല. പക്ഷേ ദൈവം ഇടപെട്ടുകൊണ്ട് വലിയൊരു അത്ഭുതം നടന്നത് ഇതാണ്: അഹിത്തോഫലിനെ വിശ്വസിക്കാൻ മകന് തോന്നിയില്ല. അങ്ങനെ ദാവീദിൻ്റെ ജീവനെ രക്ഷിച്ചു. അഹിത്തോഫലിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദിനെ പോലെ കണ്ണുനീർ താഴ്വരയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം പ്രാർത്ഥിക്കുന്നു: കർത്താവേ, ഇന്നത്തെ ആലോചനകളെ അവിടുന്ന് വ്യർത്ഥമാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ കൊടിയ തിന്മയിൽ നിന്ന് ഈ സഭയെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, ഞങ്ങളുടെ കണ്ണുനീരും, ഞങ്ങളുടെ സങ്കടവും, ഞങ്ങളുടെ പരാജയവും, ഞങ്ങളുടെ വേദനകളും എല്ലാം നിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കൂട്ടായ്മയിൽ നിന്ന് നയിക്കപ്പെടട്ടെ. അവിടെ ദൈവത്തിന് എതിരായ തീരുമാനമെടുക്കാതെ ദൈവത്തോട് ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി ദൈവമേ സമർപ്പിക്കുന്ന പിതാക്കന്മാരെ രണ്ടുപേരെയും ഇന്ന് കൂടുന്ന സകല പുരോഹിതരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ദൈവമേ എല്ലാം നന്മയ്ക്കാക്കി അവിടുന്ന് തീർക്കുന്ന നിൻ്റെ പദ്ധതിക്കായി നന്ദി പറയുന്നു. കൃപ കൊണ്ട് പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി 2-3 ദിവസം ഞാനുണ്ടാവില്ല. എനിക്ക് എൻ്റെ ഹാർട്ടിന് 2-3 ബ്ലോക്കുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോവുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻ്റ് ഇട്ടു: ചീത്ത തെറി ഇടല്ലേ എന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു തെറി പറയുമ്പോൾ എൻ്റെ സ്വഭാവം എന്നാന്ന് എന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയും, ചീത്തൻ തെറിയും പറഞ്ഞാൽ അങ്ങനെ ഒരു മറ്റൊരു മനുഷ്യൻ്റെ മുന്നിൽ സ്വയം വിവസ്ത്രനായി തീരുന്ന ഒരവസ്ഥ കമൻ്റ് ഇടുന്നവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. ആമേൻ.